കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തുടുത്ത ആലപ്പുഴയിൽ ഇത്തവണ UDF രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള അംഗത്തിന് ഒരുങ്ങുകയാണ്. UDF സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷകർ വിളിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടുമോ എന്നായിരുന്നു അവരുടെ ചോദ്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു പൊളിറ്റിക്സ് കേരള. LDF സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥികൾ ഇവരാണ്. നമുക്ക് മാവേലിക്കര നിന്ന് തുടങ്ങാം. മാവേലിക്കര സംവരണ മണ്ഡലമാണ്. MS അരുൺകുമാറാണ്, CPMലെ MS അരുൺകുമാറാണ് അവിടെ നിലവിലെ MLA. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,000-ലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ KK ഷാജുവിനെ അരുൺകുമാർ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും അരുൺകുമാർ തന്നെയാണ് മാവേലിക്കരയിൽ CPMന് വേണ്ടി അംഗത്തിന് ഇറങ്ങുക. ഇനി നമുക്ക് ചെങ്ങന്നൂരിലേക്ക് പോകാം. സജി ചെറിയാൻ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. മന്ത്രി സജി ചെറിയാൻ. കഴിഞ്ഞ തവണ 30,000-ലധികം വോട്ടുകൾക്കാണ് സജി ചെറിയാൻ ജയിച്ചു കയറിയത്. സജി ചെറിയാന്റെ മണ്ണാണ് ചെങ്ങന്നൂർ. അവിടെ സജി ചെറിയാൻ തന്നെ LDFന് വേണ്ടി CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇനി കുട്ടനാട് തോമസ് K. തോമസ് തന്നെയാണ് മത്സരിക്കുക. NCPയുടെ ശക്തനായ നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം തന്നെ കുട്ടനാട് LDFന് വേണ്ടി മത്സരിക്കും. കായംകുളമാണ് മാറ്റം സംഭവിക്കുന്ന നിയമസഭാ മണ്ഡലം. ഇപ്പോൾ പ്രതിഭയാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരിത ബാബുവിനെയാണ് പ്രതിഭ പരാജയപ്പെടുത്തിയത്. പക്ഷേ പ്രതിഭയ്ക്ക് ഇക്കുറി സീറ്റ് നൽകില്ല. ഒരുപാട് വിവാദങ്ങൾ പ്രതിഭയെ ചുറ്റിപ്പറ്റി ഉണ്ടായി. പലപ്പോഴും പാർട്ടിക്ക് അതീതമായി പ്രതിഭ മാറി. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ സീറ്റില്ല. പകരം CPM ജില്ലാ സെക്രട്ടറി R. നാസർ അവിടെ മത്സരിക്കും. R. നാസർ അവിടെ മത്സരിക്കുമ്പോൾ CPMന്റെ സംഘടനാ സ്വാധീനം കായംകുളത്ത് ശക്തമായിരിക്കും. കാരണം അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. മാത്രമല്ല BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കായംകുളം. അതുകൊണ്ട് തന്നെ പ്രതിഭയ്ക്ക് പകരം ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ R. നാസറിനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയിലെ R. സജിലാലിനെ 12,000-ലധികം വോട്ടുകൾക്കാണ് രമേശ് ചെന്നിത്തല പരാജയപ്പെടുത്തിയത്. ഇക്കുറി CPI ഇറക്കുന്നത് AIYF മുൻ സംസ്ഥാന പ്രസിഡന്റായ G. കൃഷ്ണപ്രസാദിനെയാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം ഹരിപ്പാട് കാഴ്ചവെക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നു. ഇനി അമ്പലപ്പുഴ H. സലാമാണ് വീണ്ടും മത്സരിക്കുക CPMന് വേണ്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടുകൾക്കാണ് സലാം വിജയിച്ച് അമ്പലപ്പുഴയിലെ MLA ആയത്. ഇത്തവണയും സലാം തന്നെ CPMന് വേണ്ടി മത്സരിക്കും. സലാം കരുത്തനായ MLA ആയി മാറിക്കഴിഞ്ഞു അമ്പലപ്പുഴയിൽ. ആലപ്പുഴ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PP ചിത്തരഞ്ജൻ ഡോക്ടർ KS മനോജിനെ 12,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് ആലപ്പുഴ. ഇത്തവണയും PP ചിത്തരഞ്ജൻ തന്നെ CPMന് വേണ്ടി മത്സരിക്കും. ഇനി നമ്മുടെ ചേർത്തല. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിൻ്റെ ചേർത്തല. പ്രസാദ് കഴിഞ്ഞ തവണ ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും S. ശരത്തിനെ 6,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. അതിനുശേഷം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ലളിതമായ ജീവിതത്തിനുടമയായ ഈ CPIക്കാരൻ. ചേർത്തല CPIയുടെ ഉറച്ച കോട്ടയാണ്. അവിടെ P. പ്രസാദ് വീണ്ടും മത്സരിക്കും. ഇനി അരൂർ. സാക്ഷാൽ KR ഗൗരിയമ്മ
ജയിച്ചു കയറിക്കൊണ്ടിരുന്ന മണ്ഡലം. ഇപ്പോൾ അരൂർ ഇപ്പോൾ അരൂരിലെ MLA CPMലെ ദലീമ ജോർജാണ്. ദലീമ ജോർജ് തന്നെയാണ് അവിടെ മത്സരിക്കാനുള്ള സാധ്യത. കഴിഞ്ഞ തവണ 6000-ൽ പരം വോട്ടുകൾക്കാണ് ദലീമ കോൺഗ്രസിലെ ഷനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത്. ചുരുക്കത്തിൽ 2 ഇടത്ത് മാത്രമാണ് സ്ഥാനാർത്ഥികൾ LDFൽ മാറുന്നത്: കായംകുളത്തും ഹരിപ്പാടും. കായംകുളത്ത് R നാസർ മത്സരിക്കുമ്പോൾ ഹരിപ്പാട് G കൃഷ്ണപ്രസാദ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മത്സരിക്കും. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാൻ ഞങ്ങളെ സഹായിച്ച LDF നേതാക്കൾക്ക് നന്ദി. CPMന്റെ പ്രാദേശിക പ്രവർത്തകർക്ക് നന്ദി. ഈ ലിസ്റ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ ആലപ്പുഴ വീണ്ടും ചെങ്കൊടി തണലിലാക്കാൻ പഴയ പോരാളികളെ തന്നെയാണ് കൂടുതലും ഇറക്കിയിരിക്കുന്നത് LDF. കായംകുളത്തും ഹരിപ്പാടും മാത്രമാണ് അതിനൊരു മാറ്റമുള്ളത്.